ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതുപുത്തൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ശ്രുതിയോട് പറയും, നീ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചേ. അപ്പൊ അതുപോലെ ചെയ്യാണ് ശ്രുതി. പിന്നെ ഒരു കൊട്ട നിറയെ ഉള്ളി കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ അരിഞ്ഞു വെച്ചേ എന്ന് പറയുമ്പോൾ ശ്രുതി അതുപോലെ ചെയ്യാണ്. അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കാണ്. എന്നിട്ട് അവസാനമായിരിക്കും കേട്ടോ ഉപ്പിടാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോഴേക്കും ചന്ദ്ര പോയിട്ട് കൈ വെക്കാണ് ഉപ്പിടുന്ന സമയത്ത്. ശ്രുതി മോളെ, നിനക്ക് ഉപ്പിടാതെ കഴിക്കണം. ഇനി നമ്മൾ ആചാരങ്ങൾ തെറ്റിക്കരുതല്ലോ. നീ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് ആവശ്യാനുസരണം ഉപ്പിട്ട് കഴിക്കാം. എന്താ, അത് മതി എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോവാണ് കേട്ടോ. അപ്പൊ ശ്രുതി ഇങ്ങനെ ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് രാവിലെയാണേ. നമ്മുടെ രേവതി ആണെങ്കിൽ ഒരു അരിപ്പൊടിയുടെ പാത്രം പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. ആ സമയത്തായിരിക്കും രവി എണീറ്റ് വരുന്നത്. ആ മോളെ, എന്താ ഇവിടെ നിൽക്കുന്നത്? ഇന്ന് എന്താ കോലൊന്നും വരച്ചില്ലല്ലോ? ലേറ്റായോ എണീക്കാൻ? ഇല്ല അച്ഛാ, 5 മണിക്ക് തന്നെ എണീറ്റതാ. അമ്മ എന്നോട് കോലം വരയ്ക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവള് വരയ്ക്കോ? അതറിയില്ല. നീ കോലം വരയ്ക്കണ്ട, ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് പോയിട്ടുണ്ട് എന്ന് പറയട്ടെ രേവതി. അപ്പോഴേക്കും നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇങ്ങനെ വരികയായിരിക്കും കേട്ടോ. അച്ഛൻ എന്താ മോർണിംഗ് വാക്കിന് പോവാണോ? അതേടാ. നീ എങ്ങോട്ടാ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ഓട്ടോ ഉണ്ട്, എന്നാ ഞാൻ പോയിട്ട് വരാം അച്ഛാ എന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കുമ്പോൾ രവി പറയുന്നുണ്ട്, എടാ സച്ചി ഒന്ന് നിൽക്ക്. നിന്നോട് ഈ കോലം വരച്ചതിന് ശേഷം പോകാവൂ എന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്താ രേവതി, നിനക്ക് നേരത്തെ കോലം വരച്ചൂടെ എന്നങ്ങ് ചോദിക്കുന്ന നേരത്തെ നമ്മുടെ രേവതി പറയും, അമ്മ വിടണ്ടേ? അതെന്താ കാര്യം? എനിക്കറിയില്ല സച്ചിയേട്ടാ എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ ശ്രുതിയെ പിടിച്ചു വലിച്ചോണ്ട് വരികട്ടോ ചന്ദ്ര. ചന്ദ്രേ, നീ എന്താ രേവതി മോളോട് കോലം വരയ്ക്കണ്ടെന്ന് പറഞ്ഞത്? ഓ, ഒരു ചിത്രകാരി വന്നിരിക്കുന്നു. ഇവളൊക്കെ വരയ്ക്കുന്നത് കോലാണോ? 4 വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കൂ. ഇന്നു മുതൽ ഇവിടെ കോലം വരയ്ക്കുന്നത് ശ്രുതി മോളാ. ആന്റി, എനിക്ക് ഉറക്കം വരുന്നു. നിന്റെ ഉറക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? ഇങ്ങോട്ട് വന്ന് കോലം വരയ്ക്ക് എന്ന് പറയട്ടെ ചന്ദ്ര. ആന്റി, എനിക്ക് കോലം വരയ്ക്കാനൊന്നും അറിയത്തില്ല എന്നങ്ങ് പറഞ്ഞത് നമ്മുടെ സച്ചി പറയും, കോലം എന്ന് കേട്ടപ്പോൾ തന്നെ പാർലറെടുത്ത് ഷോക്കായി പോയി. ഇതേ ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നത് പോലെയല്ല എന്ന് പറയട്ടെ സച്ചി. അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട്, മോളെ അവൻ പലതും പറയും, നീ അതൊന്നും കേൾക്കണ്ട, നീ വരയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഇവളെ ബ്യൂട്ടീഷ്യനാ, ഇവൾക്ക് കോലൊന്നും വരയ്ക്കാൻ അറിയത്തില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയെ നോക്കുകയാണ് കേട്ടോ ചന്ദ്ര. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പോയിട്ട് രേവതിയുടെ അടുത്ത് നിന്ന് അരിപ്പൊടി വാങ്ങി കോലം വരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. അപ്പോൾ സച്ചി പറയും, അതെ എനിക്ക് വലിയൊരു ഓട്ടം ഉണ്ട്, ഈ കോലം വരച്ചിട്ട് വേണം എനിക്ക് അങ്ങ് പോവാൻ, അതുകൊണ്ട് പാർലറെടുത്ത് തുടങ്ങിക്കോ എന്ന് പറയണേ. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ കോലം വരച്ച് തുടങ്ങുകയാണ്. എല്ലാവരും കോലം കണ്ട് അതിശയപ്പെട്ടു പോവാണ് കേട്ടോ. സോറി, അന്തം വിട്ടു പോവാണ് കേട്ടോ. അപ്പൊ രേവതി പറയും, ശ്രുതി ഇങ്ങനെയല്ല കോലം വരയ്ക്കേണ്ടത്, വിടെന്റെ രേവതി, എന്താ വരയ്ക്കുന്നതെന്ന് നമുക്ക് കാണാലോ എന്ന് പറയാം കേട്ടോ സച്ചി. കുറച്ചു നേരം സച്ചി അത് നോക്കി നിന്നിട്ട് പറയും, അച്ഛാ രേവതി വരയ്ക്കുന്നത് കോലം, പാർലറെടുത്ത് വരയ്ക്കുന്നത് അലങ്കോലം എന്ന് പറയുന്ന നേരത്തെ നമ്മുടെ ചന്ദ്ര പറഞ്ഞു കൊടുക്കും, മോളെ നല്ല ഭംഗിയിൽ വരയ്ക്കേ, ഇത് കോലായാൽ തന്നെ വലിയ കാര്യമാണ്, പിന്നെയല്ലേ ഭംഗി എന്ന് ചോദിക്കാട്ടോ സച്ചി. എന്നിട്ട് സച്ചി പറയും, എടാ നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നിന്റെ അമ്മായിയച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങണ്ടേ? നീ നിന്റെ ഭാര്യയെ സഹായിക്ക് എന്നങ്ങ് പറയുന്ന നേരത്തെ ശ്രുതി പറയും, ആ ശ്രുതി നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കല്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ശ്രുതി വരയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാട്ടോ. അത് കാണണം, അതിനേക്കാൾ സൂപ്പറാണേ. അല്ല, മുറ്റത്തിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു അച്ഛാ, ഈ വര വളഞ്ഞോന്നൊരു സംശയം എന്ന് പറയട്ടോ. അപ്പൊ രവി പറയും, എടാ നല്ലോണം വരയ്ക്കടാ, ഒരു സ്കെയിൽ എടുത്തോണ്ട് വന്നാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചി ആണെങ്കിൽ, എടാ ജോമെട്രി ബോക്സ് എടുത്തിട്ട് വാ, ഇവനൊക്കെ ഡിഗ്രി എങ്ങനെ കിട്ടിയോ ആവോ. അപ്പോഴേക്കും നമ്മുടെ രേവതി, അമ്മേ ഞാൻ പെട്ടെന്ന് വരയ്ക്കാം, 2 മിനിറ്റ് കൊണ്ട് വരയ്ക്കാം, ഇവർക്കൊക്കെ പുറത്തു പോകേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ, നീ വരയ്ക്കണ്ട എന്ന് തന്നെ പറയാട്ടോ ചന്ദ്ര. അപ്പോഴേക്കും നമ്മുടെ സച്ചി ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, അച്ഛാ നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് കയറി വരുന്നവർ ചിരിച്ച് മരിക്കും എന്ന് പറയണേ. കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.